Hello children, so today we'll discuss complexometric titrations. അപ്പോൾ നമ്മൾ കണ്ട രണ്ട് സെറ്റ് ഓഫ് ടൈട്രേഷൻ ആയിരുന്നു ആസിഡ് ബേസും റിഡോക്സും. ഈ രണ്ട് റിയാക്ഷൻ ബേസ്ഡ് ഓൺ എ സർട്ടൻ സെറ്റ് ഓഫ് ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ ബേസിസ് ആണ് ഈ ടൈട്രേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തത്. ഓക്കെ, ആസിഡ് ബേസ് വാസ് ബേസിക്കലി നമ്മുടെ ന്യൂട്രലൈസേഷൻ്റെ റിയാക്ഷൻ്റെ കൺസെപ്റ്റ് ആയിരുന്നു. റെഡോക്സ് വരുമ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ വരുന്നത്. ഇൻ ദിസ് കേസ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ വി ക്യാൻ യൂസ് ദ formation of a complex to actually use it for our titration. Okay, ഇതൊരു തരം വോള്യൂമെട്രിക് അനാലിസിസ് തന്നെയാണ്. ആൻഡ് ഇവിടെ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ഈ കോംപ്ലെക്സ് ഉണ്ടാവുന്നത് is colored and that is how we will denote the end point. In general നമുക്ക് മെറ്റൽ അയോൺസ് അതിൻ്റെ എസ്റ്റിമേഷൻ അറിയാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ് ടൈപ്പ് ഓഫ് കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മെറ്റൽ വിൽ കമ്പൈൻ വിത്ത് എ ലിഗാൻഡ്. Okay, this is the basic reaction to form a complex ion. ഈ ലിഗാൻഡ് എന്ന് നമ്മൾ പറയുന്നത് we also call it as a complexing agent, അതായത് കോംപ്ലെക്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഏജൻറ്റ്. ഓക്കെ, or we also call it also a chelating agent. Chelating agent എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ പറയാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു കോംപ്ലെക്സ് അയോൺ ഉണ്ടാവും. ജനറലി ഈ റിയാക്ഷൻ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. അപ്പോൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ ആയതുകൊണ്ട് ഈ ഇക്വിലിബ്രിയം വേഗം ഉണ്ടാവുകയും ചെയ്യണം. ആൻഡ് ഓൾസോ ഈ കോംപ്ലെക്സ് ഉണ്ടാവുന്നത് സ്റ്റേബിൾ ആവണം. സോ സ്റ്റെബിലിറ്റി ഓഫ് എ കമ്പൗണ്ട് ഓഫ് ദ കോംപ്ലെക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ മൈ കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ഉപയോഗിക്കും ഒരു ഇൻഡിക്കേറ്റർ, നമ്മൾ അതിനനുസരിച്ച് ഉപയോഗിക്കും. ആ ഇൻഡിക്കേറ്റർ ആ റിയാക്ഷൻ പൂർണ്ണമാവുമ്പോൾ, അതായത് കംപ്ലീറ്റ് കോംപ്ലെക്സ് ഉണ്ടായി കഴിയുമ്പോൾ ഇറ്റ് വിൽ ഗിവ് എ ഇൻഡിക്കേഷൻ വിത്ത് ദി കളർ ചേഞ്ച്. ഓക്കെ, സോ ഒരു കോംപ്ലെക്സോമെട്രിക് ടൈട്രേഷന് നമുക്ക് വളരെ ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, വൺ തിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഇക്വിലിബ്രിയം should be attained rapidly. ഓക്കെ, വേഗം നമുക്ക് ഇക്വിലിബ്രിയം വരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്പെല്ലിംഗ് തെറ്റിച്ചു, ഇൻറ്റർഫിയറിങ് അതായത് ഇൻറ്റർഫിയറിങ് കാറ്റയോൺസ് അല്ല, ഹിയർ ഇൻ ദ സെൻസ് ഇൻറ്റർഫിയറിങ് റിയാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്കൊരു മെറ്റൽ ഒരു ലിഗാൻഡ് വെച്ചിട്ട് നമ്മൾ കോംപ്ലെക്സ് ചെയ്യുമ്പോൾ വി ക്യാൻ ഹാവ് പല പോസിബിലിറ്റി ഡിപ്പെൻഡിങ് ഓൺ ദിസ് മെറ്റൽ. ഇറ്റ് ക്യാൻ ഫോം ആൻ ML3 കോംപ്ലെക്സ്, ML4 കോംപ്ലെക്സ്, ML5, അതായത് 5 എണ്ണം, 4 എണ്ണം, 3 എണ്ണം, അങ്ങനെ ML6. നമുക്ക് ഒരു റിയാക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, എല്ലാവരും പാടില്ല. Because what happens is that നമുക്ക് പലതും വരുമ്പോൾ it becomes difficult for us to actually assess the amount, total amount നമുക്ക് assess ചെയ്യും. ബിക്കോസ് ഓരോന്നിനും ഓരോ കളർ ചേഞ്ച്, ഓരോ ഇക്വലൻസ് പോയിന്റ്സ് ഒക്കെ ആയിട്ടാണ് വരിക. ഓക്കെ, then another thing is നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ should be very good. Okay, and it should find the end point properly. അതായത് അത് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആ എൻഡ് പോയിന്റ് എത്തുമ്പോൾ നല്ല ഷാർപ്പ് ചേഞ്ച് കാണിക്കണം. സോ EDTA ടൈട്രേഷനാണ് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ചെയ്യണത്, നമ്മൾ ലാബിലും ചെയ്തത്. ഐ വിൽ ഷോ യു ഹൗ EDTA ലുക്സ് ലൈക്ക്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് EDTA. EDTA എന്ന് പറഞ്ഞാൽ എത്തിലൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഓക്കെ, 4 ഹൈഡ്രജൻ ഉണ്ട് ഇതിൽ. സോ ഇതിനെ നമ്മൾ H4Y എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക, അങ്ങനെയാണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യണത്. ഓക്കെ, കോംപ്ലെക്സ് ആവുമ്പോൾ കണ്ടോ ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ടാവും, സൈക്ലിക് ആണ്. ഇതുകൊണ്ടാണ് ഇതിനെ കീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് നമ്മൾ പറയണത്. ഓക്കെ, ബിക്കോസ് ഒരു സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടാവുന്നു. Now ഈ EDTA നമ്മൾ നോക്കുമ്പോൾ see the nitrogen
2 നൈട്രജൻ ഉണ്ട്. ഈ 3 OH ഗ്രൂപ്പ്സിലും they have these lone pair of electrons which are capable of donating to the മെറ്റൽ ആറ്റം. അതാണ് ഇവിടെ ഈ പച്ച ആരോയിൽ ഇവിടെ ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, മെറ്റലിലേക്ക് നമുക്ക് ഈ ഡോണർ അക്സെപ്റ്റർ ബോണ്ട്സ് ആണിത്. ഡോണർ അക്സെപ്റ്റർ ടൈപ്പ് ഓഫ് ബോണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് വാട്ട് വി കോൾ ആസ് കോഓർഡിനേറ്റ് കോവലൻറ്റ് ബോണ്ട്. ഈ കോഓർഡിനേറ്റ് കോവലൻറ്റ് ബോണ്ട് ആണ് വിച്ച് വി സീ ഇൻ കോർഡിനേഷൻ കോംപ്ലെക്സസ്. ഈ കമ്പൗണ്ട് ഇവിടെ ഉണ്ടാവുന്നത് ഒരു കോർഡിനേഷൻ കോംപ്ലെക്സും ആണ്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് എത്തിലിൻ ഡയമീനിൽ നമുക്ക് 6 ഡോണർ സൈറ്റ്സ് ഉണ്ട്. ആൻഡ് സോ ദാറ്റ് ഈസ് വൈ വി സേ ഇറ്റ് ഈസ് എ ഹെക്സാഡെൻറ്റേറ്റ് ലിഗാൻഡ്. സോ ഹെക്സാഡെൻറ്റേറ്റ് എന്ന് പറയാൻ കാരണം ഡെൻറ്റിസിറ്റി മീൻസ് ദ നമ്പർ ഓഫ് ഡോണർ സൈറ്റ്സ് ഓൺ എ പെർട്ടിക്കുലർ കമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം കോർഡിനേറ്റ് ബോണ്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എത്ര എണ്ണം ഉണ്ട് എന്നാണ്. സോ ഹിയർ അപ്പോൾ ഡെൻറ്റിസിറ്റി കൂടുമ്പോഴാണ് നമുക്ക് ഈ കീലേറ്റിംഗ് ഇഫക്റ്റ് വരുന്നത്. Okay, that much is there. So now let's go to how the reaction occurs. So EDTA will react with കുറേ മെറ്റൽസ് ആയിട്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ റിയാക്ട് ടു ഫോം മെറ്റൽ EDTA കോംപ്ലെക്സ്. ഓക്കെ, നൗ ഈ മെറ്റൽ EDTA കോംപ്ലെക്സ് we see that it is pH below 12 ആവുമ്പോൾ നമുക്ക് ഈ എല്ലാ തരം നമുക്ക് ഇതിങ്ങനെ generally it forms. Okay, but what we have seen is that this നമുക്കിപ്പോൾ കുറേ മെറ്റലായിട്ട്, ഫോർ എക്സാമ്പിൾ ഐ കൻ ഷോ യു വിച്ച് ഓൾ വി ഹാവ്. ദാറ്റ് ഇസ് മെഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക്, കാഡ്മിയം, ലെഡ്, കോപ്പർ, നിക്കൽ, കൊബോൾട്ട്, അയേൺ, 3+ ബിസ്മത്ത്, 3+ തോറിയം, സിർക്കോണിയം, കുറേ നമുക്ക് ഇത് EDTA കോംപ്ലെക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് pH ഡിപ്പെൻഡൻറ്റ്. നൗ ഐ ടെൽ യു വൈ. നൗ ലെറ്റ് മീ ടേക്ക് എ ഡൈവലൻറ്റ് കാറ്റയോൺ. ഓക്കെ, ഇപ്പോൾ നമുക്ക് M2+ ഉള്ളത് വെൻ ഐ റിയാക്ട് ഇറ്റ് വിത്ത് മൈ EDTA ഇറ്റ് വിൽ ഗിവ് മീ MH2Y. ഓക്കെ, അപ്പോൾ +2H പോസിറ്റീവ്, സോ H+. അപ്പോൾ ഈ റിയാക്ഷൻ ഇസ് മോർ ടു ദ റൈറ്റ് സൈഡ്. ഓക്കെ, ലൈസ് ടു ദ റൈറ്റ് മീൻസ് ഇത് കൂടുതൽ ഇവിടെ ഇതാണ് ഫോർമേഷൻ ഫേവർ ചെയ്യണത്, വിച്ച് മീൻസ് H+ ഉണ്ടാവും. നൗ എനിക്കറിയാം pH ഇസ് ആക്ച്വലി നെഗറ്റീവ് ലോഗറിതം ഓഫ് H+ അയോൺസ്. ദസ് H+ അയോൺസ് ആ സൊല്യൂഷനിൽ ഉണ്ടാവുമ്പോൾ pH മാറും. ആ pH മാറുമ്പോൾ ഇതിൻ്റെ ഈ കോംപ്ലെക്സേഷൻ്റെ നേച്ചറേ മാറും. സോ അതിന് നമുക്കത് ഒന്ന് കോൺസ്റ്റൻ്റ് ആക്കി, അതായത് pH വേരിയേഷൻ വരാതെ ഇരിക്കാൻ വേണ്ടി വാട്ട് വി വിൽ ഡു ഇസ് വി ഹാവ് ടു റിമൂവ് ദിസ് H+. അത് നമ്മൾ ചെയ്യണത് ബൈ ആഡിങ് എ ബേസിക് ബഫർ. അപ്പോൾ ബേസിക് ബഫർ എന്ത് ചെയ്യും? H+ അയോൺസ് മാറ്റിയിട്ട് ആ pH മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഗുണം. ബൈ യൂസിങ് EDTA you can do it for any number of cations provided you just maintain the pH. Okay, so where അത് ബഫർ വെച്ച് നമ്മൾ ആ pH ഇത് ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് എ തിങ് കോൾഡ് ബാക്ക് ടൈട്രേഷൻ. ഈ ബാക്ക് ടൈട്രേഷൻ എന്താ വെച്ചാൽ ചില ആനലൈറ്റ്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ചില മെറ്റൽസ് ക്യാൻ ഫോം ദിസ് EDTA കോംപ്ലെക്സ്. ഓക്കെ, പക്ഷേ ഇത് നമ്മൾ ഉണ്ടാവുമെന്നും ഇത് വോളിമെട്രിക്കലി നമ്മളിത് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനൊരു ഇൻഡിക്കേറ്റർ വേണം. ബട്ട് ഇൻ സം കേസസ് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ഇല്ല, ഓർ ഡസൻ വർക്ക് വെൽ. ഓക്കെ, ആ കേസസിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആനലൈറ്റിൻ്റെ കണ്ടുപിടിക്കുക യൂസിങ് EDTA? അതിനാണ് വി യൂസ് ദ ടെക്നിക് കോൾ ബാക്ക് ടൈട്രേഷൻ. ഈ ബാക്ക് ടൈട്രേഷൻ എന്താ വെച്ചാൽ, സപ്പോസ് ഐ ഹാവ് ആൻ ആനലൈറ്റ്. ഓക്കെ, ആ ആനലൈറ്റിൻ്റെ ഒരു നോൺ ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഒരു ജസ്റ്റ് റഫാണ്, ഒരു 20 ml. ഇതിൻ്റെ കോൺസെൻട്രേഷൻ, ഓർ ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് മൊളാരിറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അവിടെ എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 20 ml ഓഫ് ആനലൈറ്റ് എടുത്ത് ഞാനൊരു 50 ml, ഓക്കെ, എക്സസ് ആയിട്ട്, ഓക്കെ, 50 ml EDTA അതിലേക്ക് മിക്സ് ചെയ്യും. ഇത് എനിക്ക് അറിയണ ഒരു
കോൺസെൻട്രേഷൻ അറിയണ മൊളാരിറ്റി, ലെറ്റ് മീ യൂസ് ദ സെയിം ടേം. ഓക്കെ, മൊളാരിറ്റിയാണ് എടുക്കുന്നത്. സോ എൻ്റെ മൈ കോണിക്കൽ ഫ്ലാസ്കിൽ ഐ ടുക്ക് 20 ml analyte ആൻഡ് 50 ml EDTA. അപ്പോൾ ഈ 20 ml ആനലൈറ്റിന് ആവശ്യമുള്ള EDTA എടുത്തിട്ട് ബാലൻസ് കുറച്ച് EDTA അവിടെ ബാക്കിയിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഈ സൊല്യൂഷനിൽ. ഓക്കെ, ലെറ്റ് മീ ഷോ ദാറ്റ് ആസ് സം റെഡ് കളർ. ഓക്കെ, ഇതാണ് ബാലൻസ് ആ റെഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, സേ ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫേറ്റ് എടുത്ത് ഹൂസ് മൊളാരിറ്റി എനിക്ക് അറിയാം. ഓക്കെ, ഐ നോ ദിസ് മൊളാരിറ്റി, എനിക്ക് അറിഞ്ഞിട്ട് ഞാനിത് ടൈട്രേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ, അതായത് എറിയോക്രോം ബ്ലാക്ക് ടീ വെച്ചിട്ട് ഞാനിത് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ, സിങ്കിൻ്റെ വോളിയം എനിക്ക് കിട്ടും. എത്രയാണെന്ന് ആ കളർ ചേഞ്ചിൽ കിട്ടും. സിങ്കിൻ്റെ കിട്ടും, മൊളാരിറ്റി ഓഫ് സിങ്കിൻ്റെ എനിക്കറിയാം, മൊളാരിറ്റി ഓഫ് EDTA എനിക്കറിയാം. അപ്പോൾ ബാലൻസ് വോളിയം ഓഫ് EDTA എനിക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ്. ഇത് കണ്ടുപിടിച്ചാൽ ഞാൻ ആദ്യം എടുത്തത് 50 മൈനസ് ദിസ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര EDTA യൂസ്ഡ് ഫോർ 20 ml ഓഫ് ആനലൈറ്റ് എനിക്കറിയാം. അപ്പോൾ V ഓഫ് EDTA അറിയാം, V ഓഫ് ആനലൈറ്റ് അറിയാം, മൊളാരിറ്റി ഓഫ് EDTA അറിയുമ്പോൾ നമുക്ക് മൊളാരിറ്റി ഓഫ് ആനലൈറ്റ് എനിക്ക് കണ്ടുപിടിക്കാം. ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് ബാക്ക് ടൈട്രേഷൻ മെത്തേഡ്. ഓക്കെ, ഇതുവഴി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ദിസ് ഇസ് ബാക്ക് ടൈട്രേഷൻ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സൊല്യൂഷൻസിൽ എപ്പോഴും ഇംപ്യൂരിറ്റീസ് ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ഇൻറ്റർഫിയർ വിത്ത് മൈ ടൈട്രേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ മെഗ്നീഷ്യമോ കാൽഷ്യമോ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷനിൽ കാഡ്മിയം, കോപ്പറോ, ഇഫ് ഐ ഹാവ് നിക്കൽ ഓക്കെ ഇൻ ഇറ്റ്, വാട്ട് വിൽ ഹാപ്പൻ ഇസ് EDTA ടൈട്രേഷൻ ചെയ്യുമ്പോൾ EDTA ഇവരായിട്ടും കോംപ്ലക്സ് ചെയ്യും. അപ്പോൾ ഇത് ഇൻറ്റർഫിയറൻസ് എന്ന് പറയും. ഇത് നമുക്ക് മാസ്കിംഗ് മെത്തേഡ്, നമുക്ക് ഇവരെ എനിക്ക് മാസ്ക് ചെയ്യാം. ദിസ് ഇസ് കോൾഡ് മാസ്കിംഗ്. അത് മാസ്ക് ചെയ്യണത് എന്ത് ചെയ്യും വെച്ചാൽ, ഞാൻ സൈനൈഡ് സൊല്യൂഷൻ ഞാൻ ഈ സൊല്യൂഷനിൽ ആഡ് ചെയ്യുമ്പോൾ ഈ കാഡ്മിയമും കോപ്പറും നിക്കലും സൈനൈഡ് വെച്ച് കോംപ്ലക്സ് ചെയ്ത് ഒരു കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ അത് അവിടെ മാറി നിൽക്കും. EDTA വിൽ ഓൺലി റിയാക്ട് വിത്ത് ദ മെഗ്നീഷ്യം ഓർ കാൽഷ്യം. ഓക്കെ, ഇതാണ് മാസ്കിംഗ് എന്ന് പറയുന്നത്. ഇനി ലെറ്റ് us come to what are the advantages of EDTA titration. ഓക്കെ, ഏറ്റവും എന്താ വെച്ചാൽ EDTA ടൈട്രേഷൻ കുറേ മെറ്റൽ അയോൺസുമ്മ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് വി ക്യാൻ ഡു ഇസ്, കുറേ എണ്ണം ഉണ്ടായതുകൊണ്ട് ഒരു സ്പെസിഫിസിറ്റി ഇല്ല, പക്ഷേ നമുക്ക് ഈ pH നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് യു ക്യാൻ ഡു ദ സെലക്റ്റീവായിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ബിസ്മത്തും അയേണൊക്കെ ആണെങ്കിൽ വളരെ ലോ pH, ഓക്കെ, ലോ pHലാണ് അത് ഈ കോംപ്ലക്സ് ചെയ്യണത്. നേരെ മറിച്ച് അപ്പോൾ നമുക്ക് ഈ ഡൈവലൻ്റ് അയോൺസ് ഇവിടെ ലോ pHൽ ഇറ്റ് വിൽ നോട്ട് ഫോം ദി EDTA കോംപ്ലക്സ്. അപ്പോൾ ഇത് ഇൻറ്റർഫിയർ ചെയ്യില്ല. സോ ഇങ്ങനെയൊക്കെ നമുക്ക് സെലക്റ്റീവ്ലി നമ്മൾ ആ pH ഒന്ന് ഓൾട്ടർ ചെയ്ത് നമുക്ക് EDTA ടൈട്രേഷൻ ചെയ്യാം. ആ ബഫർ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ വളരെ വലിയൊരു ഗുണം എന്താ വെച്ചാൽ EDTA ആൻഡ് ദിസ് മെറ്റൽ ഇത് ഇസ് ഇൻ എ 1:1 എന്താ പറയുക 1:1 സ്റ്റോഷിയോമെട്രിക് റേഷ്യോ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് ഹിയർ. നമുക്ക് കാൽക്കുലേഷൻസ് വളരെ ഈസി ആവും. നെക്സ്റ്റ് തിങ് ഇസ് ഐ ക്യാൻ ഡു ഇസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. Hardness of water പറഞ്ഞാൽ water is hard because of the presence of calcium and magnesium salts. ഓക്കെ, അപ്പോൾ ഈ കാൽഷ്യമും മെഗ്നീഷ്യം സോൾട്ട്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ വാട്ടർ ബിക്കംസ് ഹാർഡ്. സോ എനിക്ക് എത്രമാത്രം വാട്ട് ഈസ് ദി amount of the calcium and magnesium salts in my water I can do by EDTA titration. So this is another advantage of EDTA titration. Now let me show you how the titration curve looks like. നമ്മൾ ടൈട്രേഷൻ കർവ് നമ്മൾ ചെയ്യണത് ഇസ് ബൈ പ്ലോട്ടിംഗ് മൈനസ് ലോഗരിതം ഓഫ് m
the ion metal ion concentration versus volume of EDTA. Okay, so volume of EDTA is on my x-axis and this is my PM. Okay, this is PM and the graph is like this. വളരെ നല്ലൊരു ഗ്രാഫാണ്, വളരെ വെരി ഗുഡ് ആയിട്ട് നമുക്ക് കിട്ടും. And this is my end point. So here it is excess of metal salt solution, here is excess of EDTA. അപ്പോൾ ഇങ്ങനെ 3 regions ആയിട്ടാണ്. This is how the curve looks like. Okay, next we have the last portion, which is my indicators. Who all are my indicators in my EDTA titration? ഒരു 3-4 നമുക്ക് പറയാം. Areochrome, black T ഉണ്ട്, then I have areochrome red B, then I can think of fast sulfon black. ഓക്കെ, ഇത്രയും ഇതുണ്ട്. ഇവരൊക്കെ എന്താ വെച്ചാൽ ഓർഗാനിക് ഡൈസ് ആണ്. ഇവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ദേ ആർ ആക്ച്വലി മേക്കിംഗ് എ കോംപ്ലെക്സ് വിത്ത് മൈ മെറ്റൽ. ഓക്കെ, അപ്പോൾ എൻ്റെ ശരിക്കും സൊല്യൂഷനിൽ, മെറ്റൽ സൊല്യൂഷനിൽ ഐ വിൽ ആഡ് ദിസ് ഓർഗാനിക് ഡൈ. ഓക്കെ, സോ ദിസ് ഇസ് മൈ ഇൻഡിക്കേറ്റർ. ആൻഡ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഇത് വരുമ്പോൾ ഐ ജനറലി, ഓക്കെ, ലെറ്റ് മീ ടേക്ക് ദ കേസ് ഓഫ് മൈ EBT. ഓക്കെ, സോ മെറ്റൽ വിൽ റിയാക്ട് വിത്ത് ദിസ് EBT ആൻഡ് ഫോം എ മെറ്റൽ EBT complex. This is red in color. Now EDTA titration തുടങ്ങുമ്പോൾ immediately what I will have, this metal will make metal EDTA complex. ഇത് കളർലെസ് ആണ് and it will release my EBT free indicator and that is blue in color. So മൊത്തം റിയാക്ഷൻ കഴിയുമ്പോൾ EBT ഫ്രീ ആവും and that will give me blue color. Okay, so this is how my color change by the indicator is seen. And always remember, metal to the dye complex should not be very strong ആവരുത്. It should be actually a weak one. Okay, അത്രയും ബൈൻഡിങ് സ്ട്രോങ് ആവേണ്ടത്, ബിക്കോസ് EDTA should prefer, to take out this metal from there. അപ്പോൾ അതാണ് എന്താ പറയുക, should not be very strong, should not bind strong. Then also there is one more thing. ഞാൻ പറഞ്ഞില്ലേ, ഈ മാസ്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് അലുമിനിയം, ഓക്കെ, അലുമിനിയം അയോൺസ് മാസ്ക് ചെയ്യാൻ നമുക്ക് വി ക്യാൻ യൂസ് ദിസ് ethanol amine you can use to mask aluminum. And then you can, അങ്ങനെ നമുക്ക് pH ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ഈ മൾട്ടിപ്പിൾ മെറ്റൽ അയോൺസിൻ്റെ ടൈട്രേഷൻ നമുക്ക് ഒറ്റ ഇതിൽ നമുക്ക് ചെയ്യാം. So that is all about complexometric titration. Thank you.